മലപ്പുറത്തെക്കുറിച്ചുള്ള വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച കെ.ടി. ജലീൽ എം.എൽ.എ. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മുസ്ലിം സമുദായത്തിന് എതിരാവുക? മുസ്ലിം ലീഗിൽ നിന്നുണ്ടായ തിക്താനുഭവമാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് കാരണം. പരാമർശം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നും അത് അപകടകരമാണെന്നും കെ.ടി. ജലീൽ മീഡിയ വണിനോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ ഒരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് അവർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അടങ്ങുന്നതാണല്ലോ. അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് മാത്രം എതിരാണ് എന്ന് പറയുക? അങ്ങനെ ഒരു നരേഷൻ ലീഗ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഒരു സേഫ്റ്റി വോൾവ് എന്നുള്ള നിലയിലാണ് ലീഗ് അതിനെ ഉപയോഗിക്കുന്നത്. ഇത്രയും കാലം പിന്നോക്ക സമുദായ മുന്നണിയുടെ നേതാവ് എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ, കുട്ടി അഹമ്മദ് കുട്ടി, മുസ്ലിം ലീഗ് പാർട്ടി, SNDP ഇവരൊരുമിച്ച് നിന്നവരാണ്. ആ ഘട്ടത്തിൽ നല്ല അനുഭവങ്ങൾ വെള്ളാപ്പള്ളിക്കുണ്ടാക്കി കൊടുക്കണം. എന്നാലേ അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുള്ളൂ. തിക്താനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അത്ര അതിനെ കണ്ടാൽ മതി. അത് യഥാർത്ഥത്തിൽ ലീഗിന്റെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. യൂനുസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. യൂനുസ്, കെ.ടി. ജലീൽ പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? കുറച്ച് കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾ, മലപ്പുറം, അതോടെ തന്നെ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് അതിനെ പൂർണ്ണമായി വെള്ളപൂശുന്ന രീതിയിൽ, ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കെ.ടി. ജലീൽ MLA-യുടെ ഒരു പ്രതികരണം വന്നത്. അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഒരു മുസ്ലിം സമുദായത്തിന് എതിരാകുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മലപ്പുറത്ത് എല്ലാ ജനങ്ങളും ജീവിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റു വിഭാഗങ്ങളുണ്ട്. ആ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മുസ്ലിങ്ങൾക്ക് എതിരാകുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു വിചിത്രമായ ചോദ്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതെങ്ങനെയാണ് ഹിന്ദുക്കൾക്കെതിരാകുക എന്നുള്ള ഒരു ചോദ്യമാണ്, ഒരു വിചിത്രമായിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പരാമർശം, ഈ ഒരു പരാമർശം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അതും മുസ്ലിം ലീഗിന് അതുകൊണ്ട് ഒരു ആവശ്യമുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു പരാമർശം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് വലിയ അപകടം ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം വീണ്ടും പറയുന്നത് മുസ്ലിം ലീഗിനെതിരെയുള്ള ഒരു പരാമർശമാണ്. ഇങ്ങനൊരു വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശത്തിന് കാരണം മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടായ ഒരു തിക്താനുഭവം കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു പിന്നോക്ക സമുദായ മുന്നണി എന്ന രീതിയിൽ ഈ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗും SNDP-യും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ലീഗുമായി ഒരുമിച്ച സാഹചര്യത്തിൽ മലപ്പുറത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ചും നല്ലത് ബോധ്യപ്പെടുത്തിയാലേ നല്ലത് പറയൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവത്തിലാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്ത് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ആ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വ്യക്തമാക്കുന്നത്. വേറെ ഒന്നും അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ മുസ്ലിം വിഭാഗത്തിലെ, മുസ്ലിം സംഘടനയിലെ പല നേതാക്കളും വെള്ളാപ്പള്ളിയെ പോലെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താറുണ്ട്. നമ്മൾ അത് പൊതുശ്രദ്ധയിൽ വരുന്നില്ല എന്ന് മാത്രം. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നിരവധിയായ മുസ്ലിം നേതാക്കന്മാർ പറയുന്നുണ്ട്. അത് പൊതുശ്രദ്ധയിൽ വരുന്നില്ല എന്ന് മാത്രം. അതെങ്ങനെ ഹിന്ദുക്കൾക്ക് എതിരാകൂ എന്നാണ് വെള്ളാപ്പള്ളി കെ.ടി. ജലീൽ പറയുന്നത്. ഏതായാലും പൂർണ്ണമായി വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് വെള്ളപൂശിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് കെ.ടി. ജലീൽ ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. അനീഷ.